മലയാളികൾ ഒന്നടങ്കം ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചതു മുതൽ ആരാധകർ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് ചിത്രത്തിന്റെ കൗണ്ട് ഡൗണിൽ എത്തി നിൽക്കുന്നത് ഇനി ചിത്രം വരാൻ 100 ദിവസം എന്നതാണ്. എമ്പുരാന്റെ 100 ഡേയ്സ് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുകയാണ് പ്രേക്ഷകർ. കഴിഞ്ഞ ദിവസം മുതലേ ഈ ഹാഷ്ടാഗ് എക്സ് പ്ലാറ്റ്ഫോമിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു. ടോപ്പ് ട്രെൻഡിംഗ് ഹാഷ്ടാഗായി മാറിയിരുന്നു. അത്രയ്ക്ക് വലിയ ആഘോഷമാണ് പ്രേക്ഷകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഒരു അപ്ഡേറ്റ് ഇന്നേ ദിവസം എത്തുമെന്ന് പറഞ്ഞപ്പോൾ അത് എത്തിയിരിക്കുകയാണ്. ആദ്യ ഭാഗത്തിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും രണ്ടാം ഭാഗത്തിലും ഉണ്ടെന്നാണ് സൂചന. ഇപ്പോഴിതാ ചിത്രത്തിലെ ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ഇന്ദ്രജിത്തിന്റെ പിറന്നാളിനോട് അനുബന്ധിച്ച് പുതിയ പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത്. ഇത്തവണ സത്യം നിങ്ങളെ തേടി വരും എന്ന ക്യാപ്ഷനോടെയാണ് ഇന്ദ്രജിത്തിന്റെ ഗോവർദ്ധൻ എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. മോഹൻലാൽ, പൃഥ്വിരാജ്, ടൊവിനോ തുടങ്ങിയവർ പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് നടന്റെ പിറന്നാൾ ആശംസകൾ അറിയിച്ചിട്ടുമുണ്ട്. 2025 മാർച്ച് 27 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എമ്പുരാൻ എത്തുകയാണ്. എമ്പുരാൻ ലൂസിഫറിന്റെ എമ്പുരാന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരാധകർ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. ചിത്രത്തിന്റെ ഫാൻ ഷോകൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് അണിയറയിൽ ഫാൻസുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ആഘോഷമായി തിയേറ്ററിന്റെ മുന്നിൽ ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ എമ്പുരാന്റേതായി തൂങ്ങിക്കഴിഞ്ഞു. അത്രയ്ക്ക് വലിയ ആകാംക്ഷയും ആവേശവും ഒക്കെയാണ് എമ്പുരാനിൽ അവർക്കുണ്ടായിരിക്കുന്നത്. മോഹൻലാലിന്റെ ചിത്രം എന്നതിനുപരി ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ തീർക്കാൻ പോകുന്ന പല റെക്കോർഡുകളെയും കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. ലൂസിഫർ എന്ന സിനിമ അന്നിറങ്ങിയപ്പോൾ ഓവർസീസിൽ നേടിയ ഒരു കളക്ഷൻ ഉണ്ട്. GCCയിൽ നേടിയ കളക്ഷൻ ഇതുവരെ ഒരു മലയാള ചിത്രത്തിന് മറികടക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം. അങ്ങനെ എമ്പുരാൻ ലൂസിഫർ തീർത്ത റെക്കോർഡുകൾ എമ്പുരാനിലേക്ക് എത്തുമ്പോൾ അതിൽ 10 മടങ്ങ് വലുതാകും എന്നതിൽ സംശയമില്ല എന്ന് പ്രേക്ഷകർ തന്നെ അനുമാനിക്കുകയാണ്. ഇന്നേ ദിവസം ചിത്രത്തിന്റെ ഒരു അപ്ഡേറ്റ് എത്തിയപ്പോൾ ഇനി വരും ദിവസങ്ങളിലും പലതും പ്രതീക്ഷിക്കാമെന്നാണ് പ്രേക്ഷകർ പോലും പറയുന്നത്. ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടർ ലുക്കാണ് ഇന്ന് പുറത്തുവിട്ടതും. എന്നാൽ എമ്പുരാൻ മാത്രമല്ല മലയാളത്തിൽ ഒരുങ്ങുന്ന ഏറ്റവും വലിയ സിനിമ. അതിലും വലിയൊരു സിനിമ അണിയറയിൽ ഒരുങ്ങുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ ബജറ്റ് കേട്ടപ്പോൾ മനസ്സിലായി മറ്റൊരു വലിയ സിനിമ മോളിവുഡിൽ സംഭവിക്കുന്നു എന്നത്. അതിലും സാക്ഷാൽ മോഹൻലാലുമുണ്ട്. ഇത്തവണ മോഹൻലാലും മമ്മൂട്ടിയും കൂടെ ഒന്നിക്കുകയാണ്. അപ്പോൾ ബജറ്റ് ഇച്ചിരി കൂടിയാലും പ്രശ്നമില്ല. ബജറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 100 കോടി. മമ്മൂട്ടിയും മോഹൻലാലും പ്രധാന കഥാപാത്രങ്ങളായി മഹേഷ് നാരായണൻ ഒരുക്കുന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ് പങ്കുവച്ച് പ്രൊഡ്യൂസർമാരിൽ ഒരാളായ സുഭാഷ് എത്തിയിരിക്കുകയാണ്. 100 ദിവസത്തിലധികം സിനിമയുടെ ചിത്രീകരണം ഉണ്ടെന്നും 100 കോടി അല്ലെങ്കിൽ 90 കോടി അടുത്തായിരിക്കും ചിത്രത്തിന്റെ ബജറ്റ് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയായാണ് ഒരുങ്ങുന്നത്. മമ്മൂട്ടിയും മോഹൻലാൽ, ചാക്കോച്ചൻ, നയൻതാര തുടങ്ങിയവർ ചിത്രത്തിൽ ഉണ്ട്. ഇപ്പോൾ ഷാർജ ഷെഡ്യൂൾ ആണ് പൂർത്തിയായിരിക്കുന്നത്. ഇനി ശ്രീലങ്കയിലും ഇന്ത്യയിലും UK-യിലുമായി കുറച്ചധികം ഷെഡ്യൂളുകൾ ഉണ്ട്. വലിയ ചിത്രമാണ്. ഏകദേശം 100-150 ദിവസങ്ങൾ ചിത്രീകരണം ഉണ്ട്. 100 കോടി അല്ലെങ്കിൽ 90 കോടി അടുത്തായിരിക്കും ചിത്രത്തിന്റെ ബജറ്റ്. വലിയ കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്നത്. ആ ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷം. രണ്ടുപേർക്കും തുല്യ റോളുള്ള ചിത്രമാണ്. ഇത് 2 പേരുടെയും ചിത്രമാണ് എന്ന് തന്നെ പറയാം. ജൂണിലാണ് സിനിമയുടെ കഥ കേൾക്കുന്നത്. ഏകദേശം 3 മണിക്കൂർ കൊണ്ടാണ് കഥ പറയുന്നത്. കേട്ടപ്പോൾ തന്നെ ഓക്കെ പറയുകയായിരുന്നു. ആൻഡോ ജോസഫ്, CR സലീം എന്നിവർ ചേർന്ന് ഒരു പ്രൊഡക്ഷൻ ഹൗസ് പോലെയാണ് സിനിമ നിർമ്മിക്കുന്നത്. സുഭാഷ് പറഞ്ഞതിങ്ങനെ. കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു പറയാൻ ആയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം കമലഹാസന്റെ തിരക്കഥയിൽ നിന്നും വന്നതാണെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സിനിമ തികച്ചും വ്യത്യസ്തമായ തിരക്കഥയാണെന്നും ഇത് പൂർണ്ണമായും തന്റെ സിനിമയാണെന്നും മഹേഷ് നാരായണൻ അടുത്തിടെ അഭിമുഖത്തിൽ പറയുകയും ചെയ്തു. ബോളിവുഡിലെ പ്രശസ്തനായ സിനിമാറ്റോഗ്രാഫർ മനൂഷ് നന്ദനാണ് ഛായാഗ്രഹണം. കൂടാതെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരിൽ മിക്കവരും പ്രഗത്ഭരാണ്.